رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله على كل حال ونعوذ بالله من حال أهل النار. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. മല റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമൂഹിക ജീവിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായ ഒന്നാണ് കുടുംബം എന്നുള്ളത്. ആ കുടുംബത്തിൻ്റെ ആദ്യത്തെ പടിയാണ് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ധാരാളം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് നിക്കാഹിലൂടെ, വിവാഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ അള്ളാഹു മനുഷ്യരെ ഇണകളാക്കി ജീവിപ്പിച്ചു എന്നുള്ളത് റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ്. അത് ഈ ഉമ്മത്തിന് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്താക്കിയതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. സൂറത്തുർ റഅദിലെ 38-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക, പ്രവാചകരെ നിങ്ങളെ മുമ്പും റസൂലുമാരെ നാം അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്കൊക്കെ ഇണകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വദുരിയ്യ, സന്താനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് വിവാഹം എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് 3 ആളുകൾ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലൊരു മനുഷ്യൻ പറഞ്ഞത്, ഞാൻ വിവാഹം ഒഴിവാക്കി ഇബാദത്തിൽ മുഴുകുകയാണ് എന്ന് പറഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞപ്പോൾ പറഞ്ഞത്, മാ ബാലു അഖ്വാമിൻ, എന്താണ് ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ? ഖാലു കദാ വ കദാ, ഇന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്, ലാകിന്നി ഉസല്ലി, ഞാൻ നമസ്കരിക്കാറുണ്ട്, വ അനാമു, ഞാൻ ഉറങ്ങാറുണ്ട്, വ അസൂമു, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, വ ഉഫ്തിറു, ഞാൻ ഭക്ഷിക്കാറുണ്ട്, വ അതസവ്വജു നിസാ, അതിനവസാനത്തിൽ പറഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ് ഞാൻ പിൻപറ്റുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് പറയുന്നുണ്ട്. യാ മഅശറ ശബാബ്, യുവ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ കഴിവെത്തിയ ആളുകൾ നിങ്ങൾ വിവാഹം കഴിക്കണം. വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം, അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കട്ടെ. ഫഇന്നഹു ലഹു വിജ, ആ നോമ്പ് എന്നുള്ളത് അവന് പരിചയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, പ്രയാസപ്പെടുന്ന ആളുകളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു നൂറിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. വസ്സാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളുടെ കീഴിലുള്ള അടിമകളെയും അടിമ സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. ഇൻ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, നിങ്ങൾ ദരിദ്രരാണ് എങ്കിൽ അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലി, ധന്യത നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിവാഹം കഴിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് വിവാഹം എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ഖൈറായ നിക്കാഹ് എന്ന് പറയുന്നത് ലളിതമായി നടക്കുന്ന നിക്കാഹുകളാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അല്ലാമ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അഖല്ലുഹു മഹ്റൻ ഔ അസ്ഹലുഹു ഇജാബത്തൻ ലിൽ ഖിത്ബ, കുറഞ്ഞ മഹർ കൊണ്ട് വിവാഹം കഴിക്കുന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നാൽ മറ്റ് ചിലവുകൾ കൂടി കുറഞ്ഞതാക്കണം, ലളിതമാക്കി മാറ്റണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പണ്ഡിതനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഷംസുൽ ഹഖ് അൽ അദീം ആബാദി അദ്ദേഹം പറയുന്നുണ്ട്, ഐ അസ്ഹലുഹു അല റജുലി ബി തഖ്ഫീഫിൽ മഹ്രി വ ഗൈരിഹി,
ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അതിൻ്റെ മഹർ ലളിതമാക്കി കൊടുക്കണം. ബിതഖ്ഫീഫിൽ മഹ്രി വഗൈരിഹി, മറ്റ് ചിലവുകളും ലളിതമാക്കി കൊടുക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ എങ്ങനെയാണ്, വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും ഖൈറായ നിക്കാഹ് എന്ന് പറയുക ഏറ്റവും ലളിതമായതാണ്. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കല്യാണത്തിൻ്റെ സീസണാണ്. നമ്മുടെ വീടുകളിലൊക്കെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഉമ്മത്തെന്ന് പറയുന്നത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഖൈറായ ഉമ്മത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. എന്താണ് കാരണം? ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉമ്മത്താണ് എന്ന്. ഈ ഉമ്മത്തിൻ്റെ കല്യാണ സദസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്? പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയത് കല്യാണ ദിവസം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്കാരത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും മുറിച്ചുകൊണ്ട് എന്തൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇന്ന് പല വിവാഹങ്ങളും നടക്കുന്നത്. പുതിയാപ്പള വരുന്ന കോലം എങ്ങനെയാണ്? JCBയിലും കുതിരൻ്റെ മുകളിലും അതേപോലെ തന്നെ മയ്യത്ത് കട്ടിലിലും കരടി കോലം കെട്ടിയിട്ട് കരടിയുമായിട്ടൊക്കെയാണ് പുതിയാപ്പള വരുന്നത്. അതേപോലെ തന്നെ വഴി തടസ്സങ്ങൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഴിയിൽ നിന്നൊരു തടസ്സം നീക്കിയാൽ അത് സദഖയാണ് എന്നാണ്. ആ ഉമ്മത്ത് തന്നെയാണ് വഴി തടസ്സമുണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിലുള്ള ഒരു വിവാഹം ഇങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഭീതിപ്പെടുത്തുന്ന രൂപത്തിൽ പല ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി പാട്ടും സംഗീതവും ഒക്കെ നിറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു അയൽവാസിയുടെ കുഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അയൽവാസികളോടുള്ള ബാധ്യത പോലും മറന്നുകൊണ്ടാണ് പല ഉമ്മത്തും, ഈ ഉമ്മത്തിലെ പല ആളുകളും കല്യാണ ചടങ്ങുകൾ നടത്തുന്നത് എന്നുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മലക്ക് ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നിട്ട് അയൽവാസികളോടുള്ള ബാധ്യത അത്രയേറെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹത്താ വനന്തു അന്നഹു സയുവരിസുഹു, അയൽവാസിയുടെ വിഷയത്തിൽ അവൻ അനന്തര സ്വത്ത് വരെ അവന് കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത്രയേറെ ബാധ്യത അയൽവാസിയുടെ വിഷയത്തിലുണ്ട്. ആ അയൽവാസികളെ പോലും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പലപ്പോഴും പല വിവാഹ സൽക്കാരങ്ങളും നടക്കുന്നത്. അതേപോലെ തന്നെ പാട്ട്, സംഗീതം നിറഞ്ഞ സൽക്കാരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സൽക്കാരങ്ങൾ നടത്തുന്നത്. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്, യശ്തരി ലഹുവൽ ഹദീസ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പറയുന്നുണ്ട്, അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്, എന്തിനാണ്? ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വിവാഹ സൽക്കാരം നടക്കുന്ന ഒരു സ്ഥലത്ത് പാട്ടും ഇതൊക്കെ ഇട്ട് നടത്തുന്ന ഒരു വേദിയിൽ എത്ര ആളുകൾ അവിടെ നമസ്കരിക്കാൻ പോകുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എത്ര ശരിയാണ്, ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത് എന്നുള്ള. അവർക്കുള്ള ശിക്ഷ എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു കൂട്ടം ആളുകൾ വരും. പലതും പറഞ്ഞു വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറ, അവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെ, സംഗീതോപകരണങ്ങൾ അവർ ഹലാലാക്കി മാറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആ നിക്കാഹ്. അത് ചെയ്യുന്ന സുന്നത്താണ്, മതത്തിൻ്റെ ഒരു ചര്യയാണ്. പക്ഷെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യരുതോ എന്ന് പറഞ്ഞ് അത് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് എങ്കിൽ നമ്മൾ നമ്മുടെ വിവാഹത്തിൻ്റെ സദ്യകൾ, സൽക്കാരം എങ്ങനെയാണ് ബർക്കത്തുണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കുക. പാട്ട് പാടാമല്ലോ, കുട്ടികൾക്ക് പാട്ട് പാടാം, സ്ത്രീകൾക്ക് പാട്ട് പാടാം. പക്ഷേ അത് സ്ത്രീകളുള്ള സ്ഥലത്തായിരിക്കണം. പുരുഷന്മാരുടെ അടുത്ത് വന്നിട്ട് ലജ്ജയില്ലാത്ത രൂപത്തിൽ പാട്ട് പാടുന്ന രീതി വിശ്വാസിനികളായ സ്ത്രീകൾക്ക് ചേർന്നതല്ലേ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ കലരുന്നൊരവസ്ഥ. എത്ര
ഭംഗിയായിട്ട് നടക്കുന്ന കല്യാണങ്ങളുണ്ട്. പുരുഷന്മാർക്കൊരു വേദി, സ്ത്രീകൾക്ക് മറ്റ് മറച്ചുകൊണ്ടൊരു വേദി. ഇതൊന്നുമില്ലാതെ ആണുങ്ങളും സ്ത്രീകളും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് നടത്തുന്ന വേദികൾ. അതേപോലെ അവിടെ വന്ന ആളുകൾ പുരുഷന്മാർക്കും സ്ത്രീകളൊക്കെ കൈ കൊടുക്കുന്നൊരവസ്ഥ, കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക. ഏതാണ് ആ സ്ത്രീ? അന്യ സ്ത്രീകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം തബറാനിയും ബൈഹഖിയും മഅഖബ് ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിന്നും ധരിക്കുന്ന ഹദീസ്, ലാ യതഅന ഫീ റഅസി അഹദികും ബിമിഖ്യതിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ ഇംറഅതൻ ലാ തഹില്ലു ലഹ്. ഇത്ര ഗൗരവമുള്ള ഹദീസാണ്. ഒരു മനുഷ്യൻ അവന് മഹറമല്ലാത്തൊരു സ്ത്രീയെ അവൻ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ തലയിൽ ഒരു ആണി കൊണ്ട് അടിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ കണ്ട സ്ത്രീകൾക്കൊക്കെ കൈ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, അത് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിവാഹ സൽക്കാരം നടക്കുന്നത്. നമ്മളെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട അവസ്ഥയാണ്. പ്രവാചകൻ ചെയ്യരുത് എന്ന് പറയും, ഞാനത് ചെയ്തുകൊണ്ട് മാതൃകയാക്കും. എന്ത് മാതൃകയാണ് അതിലുള്ളത്? അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണ സൽക്കാരം ഇങ്ങനത്തെ ഒന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ പെണ്ണിനെ കൊണ്ടുവരാൻ സ്റ്റേജിലേക്ക്, അവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും കാണിക്കുന്ന രൂപത്തിൽ അവിടെ ഇരിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം അവളുടെ ഭർത്താവിന് മാത്രമുള്ളതാണ്, നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല. മേക്കപ്പൊക്കെ ഇട്ട് വന്നുകൊണ്ട് സ്റ്റേജിലിരിക്കാൻ, ഒരു ഉളുപ്പുമില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചെയ്തുള്ളതാണ്. ഒരു വിശ്വാസിയുടെ മുഖമുദ്ര ലജ്ജ എന്നുള്ളത്, അതില്ലാതെ ആളുകൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കും, ഒരു ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയം 4 ആളുകൾ തുറിച്ചൊന്ന് നോക്കി എന്തായിരിക്കും അവസ്ഥ, പ്രതികരണം എന്തായിരിക്കും? എന്നാൽ ഇതൊക്കെ ഫോട്ടോ എടുത്ത് റീൽസ് ആക്കിക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കുന്നില്ല. കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഖൈറായ ഉമ്മത്തിൻ്റെ അവസ്ഥയാണിത്. മറ്റു മതക്കാർ പോലും ലജ്ജിച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾ നടത്തുന്ന വിവാഹ സൽക്കാരങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ കല്യാണത്തിൽ പോകുന്ന സ്ത്രീകളുടെ വേഷം, പള്ളിയിലും ഖുർആൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ പർദ്ദയും നിക്കാബൊക്കെ ഇട്ട് വരിക. പിന്നെ കല്യാണ പന്തലിലെത്തുമ്പം അവിടെ അവർക്ക് മറ്റൊരു റബ്ബാണ്. എവിടുന്ന് കിട്ടിയത്? പള്ളിയിലൊരു റബ്ബും മറ്റു സ്ഥലത്ത് മറ്റൊരു റബ്ബും എന്നുള്ളത്. ഇവിടെ ആരാണോ എൻ്റെ റബ്ബ്, അതേ റബ്ബാണ് എൻ്റെ എല്ലാ അവസ്ഥയിലും എൻ്റെ റബ്ബായിട്ടുള്ളത്. ഇവിടെ ഒരു വേഷവും മറ്റു സ്ഥലത്ത് മറ്റൊരു വേഷവും വിശ്വാസിനികളായ ഒരു സ്ത്രീകൾക്ക് ചേർന്നതല്ല ഇത് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് പർദ്ദയൊക്കെ ഇട്ട് വരാം, അതേപോലെ പർദ്ദ ഊരി വെക്കാം. അത് ആരുടെ മുന്നിൽ? അവിടെയുള്ള സ്ത്രീകളുടെ മുന്നിലാണ്. അതേപോലെ തന്നെ വിവാഹ സൽക്കാരത്തിൽ നടക്കുന്ന മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് വരാൻ 20,000, 30,000, 40,000 രൂപ ഇട്ടുകൊണ്ട് മേക്കപ്പ് ഇട്ടുകൊണ്ട് ആ പെണ്ണ് വന്ന് അവിടെ ഇരിക്കുന്നു. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു ഗൗരവമില്ല. ഇത്ര ആളുകൾ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ട് അവിടെ. കല്യാണത്തിരക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഥാ വീട്ടുക എന്നുള്ള പരിപാടി, അങ്ങനെ ഒന്നില്ല ഇസ്ലാമിൽ. നിങ്ങൾ തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ ഒഴിവാക്കുക. റബ്ബൊരു സാധനം പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അനുസരിക്കുമ്പോഴാണ് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പം കല്യാണ വീട് മരണ വീട് പോലെ ആക്കണം എന്നല്ല പറഞ്ഞ്, അനുവദിച്ച കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കി അനുവദിച്ച രൂപത്തിൽ ചെയ്യുമ്പോഴേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു കല്യാണത്തിൽ ഇങ്ങനെ ഒന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യണം. മേലെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹ സൽക്കാരങ്ങളിൽ നടക്കുന്ന ധൂർത്തിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പല ചടങ്ങുകളും ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ധൂർത്തിനെക്കുറിച്ച് സൂറത്തു ഇസ്രായേൽ 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ.
ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, ദൂർത്ത് നടിക്കുന്ന ആളുകൾ കാനു ഇഖ്വാന ഷയാത്തീൻ, പിശാചിൻ്റെ സഹകാരികളാണ് എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിക്കാൻ. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാച് എന്ന് പറയും തൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ. നമ്മൾ മനസ്സിൽ വിവാഹം എന്ന് വളരെ ലളിതമായതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പല ആചാരങ്ങളും പല ചടങ്ങുകളും കൊണ്ട് പല യുവാക്കളും വിവാഹം കഴിക്കാൻ മടിക്കാൻ. ഇബാദത്തായ ഒരു കാര്യത്തെ നമുക്കതിലൂടെ ഇബാദത്താക്കി മാറ്റാൻ പറ്റുന്ന ആ വിവാഹത്തെ പല ആളുകളും അത് ഹറാമായ ഒരു വേദിയാക്കി മാറ്റാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ വന്നതുപോലും എളുപ്പമാക്കാൻ വേണ്ടിയാണ്. വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുള്ള ആ ഭാരം കുറക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പോലും ഇങ്ങനെയാണ് കളിക്കുന്നത് എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. ഈ വിവാഹ ചടങ്ങുകളിൽ ബർക്കത്ത്, റബ്ബിൻ്റെ ബർക്കത്ത് ഇറങ്ങുമോ ഇല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, വളരെ ലളിതമായിക്കൊണ്ടൊക്കെ നമുക്ക് വിവാഹം നടത്താൻ അറിയാം. കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ്, 50 ആൾ 100 ആളുകളൊക്കെ വിളിച്ചിട്ട് നടത്തിയിട്ടുണ്ട്. പല ആളുകളും വിചാരിക്കുന്ന 1000 ആളുകളെയും 2000 ആളുകളൊക്കെ വിളിച്ചാലാണ് വിവാഹ സൽക്കാരമായി മാറുമെന്നുള്ളതാണ്. പക്ഷേ കൊറോണ വന്ന സമയത്ത് നമ്മൾ മാറി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടായി? കൊറോണ പോയ സമയത്ത് പഴയ ഇതിലേക്ക് തന്നെ മടങ്ങി. പല പരീക്ഷണങ്ങളും മുസ്ലിം ഉമ്മത്തിന് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ സുമ്മ ലാ യതൂബൂന വലാ ഹും യദക്കറൂൻ. സൂറത്ത് തൗബയിലൂടെ പഠിപ്പിക്കാൻ ഓരോ വർഷം 1-2 പ്രാവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നുണ്ട്. എന്തിനാണ്? അവർ ചിന്തിച്ച് മനസ്സിലാക്കി മടങ്ങുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അധികം ആളുകളും സുമ്മ ലാ യതൂബൂന വലാ ഹും യദക്കറൂൻ, അവർ തൗബ ചെയ്ത് മടങ്ങുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിവാഹ ചടങ്ങ് നമ്മൾ ലളിതമാക്കേണ്ടത് കൊറോണയെ പേടിച്ചുകൊണ്ടല്ല, റബ്ബിനെ പേടിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ വിവാഹ സദസ്സുകൾ ഉണ്ടാവേണ്ടത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും പല ആളുകളും അത് കുട്ടികൾ ചെയ്യുന്നതല്ലേ എന്നുള്ളത്. ആ വീട്ടിലുള്ള മുതിർന്ന ഒരാൾക്ക് അതിലൊരു പങ്കുണ്ട്. അതൊക്കെ വിവാഹത്തിൻ്റെ അന്ന് വന്നിട്ട് പറയാൻ അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ നിശ്ചയിക്കുന്ന സമയത്ത് ഇന്നെന്ന കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. കല്യാണത്തിന് പാട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, വ്യാപാരിയുടെ ചങ്ങായിമാർ വന്നിട്ട് ഹറാമായ രീതിയിൽ ആഘോഷിക്കുകയില്ലല്ലോ എന്നൊക്കെ പറയാം ആദ്യം. ഇതൊന്നും പറയാതെ കല്യാണത്തിന് അന്ന് വന്ന് മക്കളോ അവരൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ കാരണവന്മാർ പറയാം, മക്കളല്ലേ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളത്. നമുക്കൊരു ഉറച്ച സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യം നമ്മളാണ് നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വിവാഹ സൽക്കാരം നടത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മൾ പല ആളുകളും വിവാഹ സദസ്സിൽ ആളുകളൊക്കെ വന്നിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ്? ബാറക്കല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബർക്കത്തിന് വേണ്ടിയാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. ആ റബ്ബ് ഉത്തരം തരണമെങ്കിൽ റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? ഇവിടെ ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുക, മറ്റൊരു ഭാഗത്ത് റബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണിത്. ഇവിടെയുള്ള ആളുകൾ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ഇനി ഇങ്ങനത്തെ ഒരു സൽക്കാരം അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ എൻ്റെ വീട്ടിലുണ്ടാവുകയില്ല നമ്മൾ ഉറപ്പിച്ച് തീരുമാനം എടുത്താൽ, നമ്മൾ ഓരോ ആളുകൾ നമ്മുടെ വീട്ടിലൊരു തീരുമാനം എടുത്താൽ സമൂഹത്തിൽ നമുക്കത് മാറ്റാൻ സാധിക്കും. ഇതൊക്കെ കേട്ടിട്ട് നാളെ പിന്നെയും ആഘോഷിക്കുകയാണ് എങ്കിൽ പറയുന്നു ഈ ഉള്ളവൻ്റെ ബാധ്യത പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. ഇത് കേൾക്കുക, സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഓർക്കേണ്ടത് ഏത് നിമിഷവും മരണം നമ്മെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് വിവാഹ സദ്യകൾ, വിവാഹ ചടങ്ങുകളിൽ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാർ, അതേ വരന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ചടങ്ങുകൾ ഇസ്ലാമികപരമായി ചെയ്തുകൊണ്ട് നമുക്ക് നാട്ടുകാർക്ക്, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ, ഇങ്ങനെയൊക്കെ വിവാഹങ്ങൾ നടത്താൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. അതിന് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രം മറ്റുള്ള ആളുകൾ അതിൽ നിന്ന് പഠിക്കുകയുള്ളൂ.
അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹുവെ, പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അവരുടെ രോഗത്ത് ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അള്ളാഹുവെ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കടങ്ങൾ